Divisional Accountant Officer, Important Question, Part 10, Revenue Reserve, Sinking Fund, Secret Reserve. അപ്പോൾ ഈ മൂന്ന് റിസർവുകളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, റവന്യൂ റിസർവ് എല്ലാം നോക്കി. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ബാക്കിയുള്ള റിസർവുകളെ പറ്റിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 130. The two forms revenue reserve are: first, general reserve, which is built up of revenue profit of the concern. Second, reserve for replacement of asset, sinking fund for the replacement of asset. First എന്താ പറയുന്നത്? റവന്യൂ റിസർവ് വിച്ച് ഈസ് ബിൽറ്റ് അപ്പ് ടു റവന്യൂ പ്രോഫിറ്റ് ഓഫ് ദി കൺസേൺ. അപ്പം നമ്മുടെ റവന്യൂ റിസർവ് എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷനിൽ മാറ്റുന്നത്? റവന്യൂ റിസർവ് വിച്ച് ഈസ് ബിൽറ്റ് അപ്പ് ഓഫ് റവന്യൂ പ്രോഫിറ്റ്. റവന്യൂ റിസർവ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പഠിച്ചു. ഇനി അടുത്ത എന്താണ്? സിങ്കിങ് ഫണ്ട് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്, റിസർവ് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റുകൾ. ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാൻ സമയമായി, അപ്പം നമുക്ക് ഫണ്ട് വേണം. നമ്മുടെ കമ്പനി സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് നമുക്ക് ആ അസറ്റുകൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ റിസർവ്സ് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ് ഈസ് കോൾഡ് സിങ്കിങ് ഫണ്ട്. അപ്പം നമുക്ക് ടു ഫോംസ് ഓഫ് റവന്യൂ റിസർവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റവന്യൂ റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റും, സിങ്കിങ് ഫണ്ട് മീൻസ് ഫണ്ട് മെയിൻറ്റെയിൻ ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്. നെക്സ്റ്റ് 131. വാട്ട് ഈസ് നോൺ ആസ് സിങ്കിങ് ഫണ്ട്? സിങ്കിങ് ഫണ്ട് എന്താണെന്ന് നോക്കാം. സിങ്കിങ് ഫണ്ട് ഈസ് എ ഫണ്ട് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ റിക്വയർഡ് സം അറ്റ് ദ എൻഡ് ഓഫ് എ ഗിവൺ പീരീഡ്, എയ്തർ ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ആൻ അസറ്റ് ഓർ ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദി ലയബിലിറ്റി. അപ്പോൾ സിങ്കിങ് ഫണ്ട് എന്താണ്? സിങ്കിങ് ഫണ്ട് നമ്മൾ ഫണ്ട് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് സിങ്കിങ് ഫണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഓർ റിക്വയർഡ് സം ഒരു അസറ്റിൻ്റെ എൻഡിൽ നമുക്ക് ആ അസറ്റ് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ലൈബിലിറ്റിയെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയോ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടാണ് സിങ്കിങ് ഫണ്ട്. അപ്പോൾ ഒരു മെഷീനറി അതിന് 10 വർഷത്തെ ലൈഫായിരുന്നു ഉണ്ടായിരുന്നത്. ആ മെഷീനറി നമുക്ക് റീപ്ലേസ് ചെയ്യണം. എൻഡിൽ 10ാമത്തെ വർഷം എൻഡിൽ നമുക്കത് റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരും. നമ്മുടെ ബിസിനസ് സിങ്കിങ് ഫണ്ട് എന്നുള്ള ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആ മെഷീനറി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫണ്ട് കിട്ടും. പിന്നെ എന്തെങ്കിലും ഒരു ലൈബിലിറ്റി നമുക്ക് റീപ്ലേസ് ചെയ്യണം, ലൈബിലിറ്റി കൊടുത്തു തീർക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫണ്ടിൽ നിന്ന് എടുക്കാം? സിങ്കിങ് ഫണ്ടിൽ നിന്ന് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് 132. വാട്ട് ഈസ് സീക്രട്ട് റിസർവ്? എന്താണ് സീക്രട്ട് റിസർവ്? അപ്പം സീക്രട്ട് റിസർവ് ഈസ് എ റിസർവ് വിച്ച് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് നോൺ ടു ഔട്ട്സൈഡ് സ്റ്റേ ഹോൾഡേഴ്സ്. എന്ന് വെച്ചാൽ സീക്രട്ട് റിസർവ് ഇപ്പോൾ പല കമ്പനികളിലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർവാണ് സീക്രട്ട് റിസർവ് എന്ന് പറയുന്നത്. സീക്രട്ട് റിസർവ് എന്താണ്? സീക്രട്ട് റിസർവ് ഈസ് എ റിസർവ് വിച്ച് ഈസ് ജനറലി ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്നുണ്ടോ സീക്രട്ട് റിസർവ്? ഇല്ല. നമ്മളൊരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, ഒന്നല്ല പല കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു റിസർവ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊരു ഹിഡൻ നേച്ചറിലുള്ള റിസർവ് ആയിരിക്കും സീക്രട്ട് റിസർവ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്താ? ഔട്ട്സൈഡ് സ്റ്റേ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റുകളൊക്കെ പരിശോധിക്കുന്ന ആൾക്കാരാണ് ഈ സ്റ്റേ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവരൊന്നും ഇത് അറിയുന്നില്ല, ഔട്ട്സൈഡേഴ്സ് ഒന്നും ഇത് അറിയുന്നില്ല ഇങ്ങനെ ഒരു റിസർവ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതെന്താണ്? സീക്രട്ട് റിസർവ് ഈസ് ക്രിയേറ്റഡ് ബൈ ഇൻക്രീസിങ് ദ ലൈബിലിറ്റി ആൻഡ് ഡിക്രീസിങ് ദ വാല്യൂ ഓഫ് അസറ്റ്. ഒരു ഫേമിൻ്റെ ലൈബിലിറ്റി കൂട്ടി കാണിച്ചുകൊണ്ടും അല്ലെങ്കിൽ എങ്ങനെ ഒരു അസറ്റിൻ്റെ വാല്യൂ കുറച്ച് കാണിച്ചുകൊണ്ടും അസറ്റിൻ്റെ വാല്യൂ കുറയ്ക്കുമ്പോൾ ഇപ്പോൾ ഒരു 50,000 രൂപയുടെ ഒരു അസറ്റ് നമുക്കുണ്ടെന്ന് വെച്ചോ. അസറ്റിന് നമ്മൾ ബാലൻസ് ഷീറ്റിൽ 50,000 രൂപ കാണിക്കുന്നില്ല, പകരം എത്രയേ കാണിക്കുന്നുള്ളൂ? 25 കാണിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി 25 എന്താണ്? നമുക്ക് ബാലൻസ് ഷീറ്റിൽ നമ്മൾ വരാത്ത എമൗണ്ടാണ്. ലൈബിലിറ്റി നമുക്ക് ഇല്ല, പക്ഷേ ആ ലൈബിലിറ്റി നമ്മൾ കൂട്ടി കാണിക്കുന്നു. ഇത്രയും ലൈബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ കൂട്ടി കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസസ് ദ ഡിസ്ക്ലോസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ആൾസോ ദ
ടാക്സ് ലയബിലിറ്റി നമ്മൾ എന്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? യഥാർത്ഥ പ്രോഫിറ്റ് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കാനും ടാക്സ് വെട്ടിക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഈ സീക്രട്ട് റിസർവ് മെയിനായിട്ട് കമ്പനികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം സീക്രട്ട് റിസർവ് എന്താണെന്ന് മനസ്സിലായല്ലോ. അത് എന്ത് ചെയ്യില്ല, ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യില്ല. ഔട്ട്സൈഡ് സ്റ്റേ ഹോൾഡേഴ്സ് ഇതിനെപ്പറ്റി അറിയേയില്ല. 133ാമത്തെ ക്വസ്റ്റ്യൻ, സീക്രട്ട് റിസർവ് ഹെൽപ്സ് ടു reduces disclosed profit and also tax liability. നമ്മൾ പറഞ്ഞു സീക്രട്ട് റിസർവ് യഥാർത്ഥ പ്രോഫിറ്റിനെ ഡിസ്ക്ലോസ് ചെയ്യില്ല, റെഡ്യൂസ് ചെയ്ത് കാണിക്കും, പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്ത് കാണിക്കും. ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ടാക്സ് ലയബിലിറ്റി അത്രയും ഉണ്ടാവില്ല. അത്ര എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല, കാരണം ആക്ച്വൽ അല്ലല്ലോ, അത് കുറവ്, നമ്മൾ കുറച്ചൊക്കെയല്ലേ കാണിച്ചേക്കുന്നത്, അസറ്റിൻ്റെ വാല്യൂ കുറച്ചൊക്കെയാണ് കാണിച്ചേക്കുന്നത്. സോ ടാക്സ് ലയബിലിറ്റി അത്രയും വരുന്നില്ല. നെക്സ്റ്റ് 134, ഹൗ സീക്രട്ട് റിസർവ് ആർ ക്രിയേറ്റഡ്. എങ്ങനെയാണ് സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓരോ കമ്പനികളും സീക്രട്ട് റിസർവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒന്നാമത്തെ മെത്തേഡ് എങ്ങനെയാണ്? അണ്ടർ വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് ആൻഡ് സ്റ്റോക്ക്. ഇപ്പോൾ ഇൻവെൻറ്ററീസ് മീൻസ് ഗുഡ്സ് തന്നെയാണ്. ഗുഡ്സിൻ്റെയും സ്റ്റോക്കിൻ്റെയൊക്കെ വാല്യുവേഷൻ എന്ത് ചെയ്യും? അണ്ടർ വാല്യൂ ചെയ്യും, കുറച്ച് കാണിക്കും. അണ്ടർ വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് ആൻഡ് സ്റ്റോക്ക്. സെക്കൻഡ് എന്താണ്? ചാർജിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് കാണിക്കും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചാർജ് ചെയ്ത് കാണിക്കും. 3, മേക്കിംഗ് എക്സ്പെൻസീവ് പ്രൊവിഷൻ ഓഫ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് എന്ത് കാണിക്കും? എക്സസീവായിട്ട് കാണിക്കും. മേക്കിംഗ് എക്സസീവ് പ്രൊവിഷൻ, ഡൗട്ട്ഫുൾ കിട്ടാക്കടത്തിന് നമ്മൾ എക്സസീവായിട്ട് പ്രൊവിഷൻ വയ്ക്കും. 4, ഷോയിങ് കണ്ടീജൻറ്റ് ലയബിലിറ്റി ആസ് ആൻ ആക്ച്വൽ ലയബിലിറ്റി. കണ്ടീജൻറ്റ് ലയബിലിറ്റി ചിലപ്പം ഭാവിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയില്ല. കണ്ടീജൻ്റ് ആണ്, ഉണ്ടാവാതിരിക്കാം. പക്ഷേ അതിനെ നമ്മളൊരു ആക്ച്വൽ ലയബിലിറ്റി ആയിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിലൊക്കെ കാണിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും മെത്തേഡ്സിലൂടെയാണ് നമ്മൾ എന്താണ് സീക്രട്ട് റിസർവുകൾ ഓരോ കമ്പനികളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അണ്ടർ വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററി സ്റ്റോക്ക്, ചാർജിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മേക്കിംഗ് എക്സസീവ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഷോയിങ് കണ്ടീജൻറ്റ് ലയബിലിറ്റി ആസ് ആൻ ആക്ച്വൽ ലയബിലിറ്റി. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞത് സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളാണ്, അല്ലെങ്കിൽ ഈ ഒരു രീതികളിലാണ് കമ്പനികൾ സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് 135, ക്രിയേഷൻ ഓഫ് സീക്രട്ട് റിസർവ് വിത്തിൻ റെസ്പോൺസിബിൾ ലിമിറ്റ് ഈസ് ജസ്റ്റിഫയബിൾ ഓൺ ദ ഗ്രൗണ്ട് ഓഫ്. അതാണ് ചില സമയത്ത് ഈ സീക്രട്ട് റിസർവ് ജസ്റ്റിഫയബിൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ട് വരാം. അത് ഏതൊക്കെയാണ്? അവരുടെ പ്രുഡൻഷ്യൽ എക്സ്പെൻഡിച്ചർ ആൻഡ് പ്രുഡൻഷ്യൽ ആൻഡ് പ്രിവെൻറ്റിങ് കംപ്ലീഷൻ ഫ്രം അതർ ഫേംസ്. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു പ്രോഫിറ്റ്, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ബാലൻസ് ഷീറ്റിൽ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞപ്പം അത് നമുക്ക് നമ്മുടെ ഷെയറിൻ്റെ വാല്യൂവിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അതർ ഫേമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ അതൊരു ഒരു കംപ്ലീറ്റ് ഒരു ഫുൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു അതർ ഫേമുമായിട്ടൊക്കെ നമുക്കൊരു വ്യത്യാസം സംഭവിക്കാം. നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ കുറയാം. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സീക്രട്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ജസ്റ്റിഫയബിൾ ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 136, വെൻ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഈസ് ഹയർ ദാൻ ദ ടോട്ടൽ ഡിപ്രീസിയബിൾ കോസ്റ്റ് ഡാഷ് റിസർവ് ഈസ് ക്രിയേറ്റഡ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ടോട്ടൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തേക്കുന്ന ഹയർ ആണ്, ദെൻ ദ ടോട്ടൽ ഡിപ്രീസിയബിൾ കോസ്റ്റ് ഡാഷ് റിസർവ് ഈസ് ക്രിയേറ്റഡ്. അപ്പോൾ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ്റെ കേസസിലും നമുക്കൊരു വാല്യൂ നമ്മൾ മാറ്റി വയ്ക്കുന്ന, ഒരു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ മാറ്റുന്നത്, ഒരു എമൗണ്ട് മാറ്റുന്നത് ഹൈ ആണ്. പക്ഷെ നമ്മൾ അത്രയും ബാലൻസ് ഷീറ്റിൽ ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മാറ്റുന്നില്ല അത്രയും എമൗണ്ട്. ഇപ്പോൾ ഒരു മെഷീനറി 50 ലക്ഷം രൂപയുടെ ഒരു മെഷീനറി ആണെന്ന് വെച്ചോ, നമുക്ക് വർഷാവർഷം അതിന് ഡിപ്രീസിയേഷൻ 10 ലക്ഷം രൂപ നമ്മൾ മാറ്റുന്നു എന്ന് നമ്മുടെ ബാലൻസ് ഷീറ്റിലും അവിടെ അക്കൗണ്ട്സിലൊക്കെ കാണിച്ചിട്ട് നമ്മൾ 10 ലക്ഷം മാറ്റുന്നില്ല, നമ്മൾ അവിടെ ഒരു 8 ലക്ഷമേ മാറ്റുന്നുള്ളൂ. അപ്പം ബാക്കി വരുന്ന 2 ലക്ഷം രൂപ നമ്മൾ എന്തിലോട്ട് മാറ്റുകയാണ്? സീക്രട്ട് റിസർവിലോട്ട് മാറ്റുകയാണ്. അപ്പം when total depreciation is charged is higher than the total depreciable cost, secret reserve is created. നെക്സ്റ്റ് 137, ഇമ്പോർട്ടൻസ് അഥവാ നീഡ് ഓഫ് കീപ്പിംഗ് റിസർവ്. അപ്പോൾ റിസർവ് കീപ്പ് ചെയ്യേണ്ട നീഡുകളെ പറ്റിയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, സ്ട്രെങ്തനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കൺസേൺ.
ഫിനാൻഷ്യൽ പൊസിഷൻ കൺസേൺഡ് ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ. സെക്കൻഡ്, മീറ്റിംഗ് ദ ലയബിലിറ്റി ആൻഡ് ലോസസ് അറൈസിങ് ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലുണ്ടാവുന്ന ലോസസുകളും ലയബിലിറ്റീസും മീറ്റ് ചെയ്യാൻ വേണ്ടി. തേർഡ്, ഫുൾഫില്ലിംഗ് ദ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ലൈക്ക് റിപ്പയർ, റിന്യൂവൽ, റീപ്ലേസ്മെൻറ്റ് എക്സെട്ര ഓഫ് അസറ്റ്സ്. അപ്പം എന്താണ് നമ്മുടെ ഫേമിലെ എന്തെങ്കിലും മെഷീനറിക്ക് ഉണ്ടാകുന്ന റിപ്പയർസോ റിന്യൂവലോ, ഇപ്പം ബിൽഡിങ് റിന്യൂവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യണം, മെഷീനറിയൊക്കെ റീപ്ലേസ് ചെയ്യണം. ആ സമയത്തൊക്കെ നമുക്ക് റിസർവ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് മാറ്റേണ്ടി വരുന്നില്ല. കാരണം നമ്മൾ ഓരോ വർഷവും പ്രോഫിറ്റിൽ നിന്നും കുറേശ്ശെ എമൗണ്ട് മാറ്റുന്നുണ്ട്. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ റിസർവ് നമുക്ക് വളരെ ഉപകാരമായിട്ട് വരുന്നുണ്ട്. 4, റീപ്ലേസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്. എന്തെങ്കിലും ഒരു ലയബിലിറ്റി നമുക്ക് ഒരുമിച്ച് കൊടുത്തു തീർക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് റിസർവ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ അതാത് വർഷത്തെ പ്രോഫിറ്റിൽ, ആ ഒരു വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റിനെ നമ്മൾ ബാധിക്കുന്നില്ല. ഇതൊക്കെയാണ് നീഡ്സ് ഓഫ് കീപ്പിംഗ് റിസർവുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ്. 138ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിസർവ്. റിസർവ് നമ്മുടെ ഫേമിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതിന് 2-3 ഡിസഡ്വാൻറ്റേജസും കൂടി ഉണ്ട്. ഒന്ന്, ഇംപാർഷ്യൽ ഇൻ നേച്ചർ. റിസർവ് റിക്വയർഡ് ഫോർ ഇംപാർഷ്യൽ ടു ക്രിയേറ്റ് എക്സ്റ്റെൻഡ് ഈവൻ എ സ്ലൈറ്റസ്റ്റ് ഓഫ് ഓൾട്രേഷൻ ഈസ് റിക്വയർഡ്. ക്യാഷ് റിസർവ് റേഷ്യോ മൈറ്റ് ലീഡ്സ് ടു മേജർ ചാർജ് ഇൻ സപ്ലൈ. അപ്പോൾ ഇവിടെ എന്താണ്, അതൊരു ഇംപാർഷ്യൽ ഇൻ നേച്ചർ ആണെന്നാണ് പറയുന്നത്. അതായത് നമുക്കൊരു ഓൾട്രേഷൻ വരുത്തുകയാണ്, നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോയിലൊക്കെ എന്താണ് ഒരു ഓൾട്രേഷൻ സംഭവിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മളിത് മാറ്റുന്നത്. അപ്പം അതാത് മാസം നമ്മളൊരു പ്രോഫിറ്റിൻ്റെ ഇപ്പോൾ നമ്മൾ ഒരു ടോട്ടൽ നമുക്ക് ബാലൻസ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ റിസർവിലോട്ട് മാറ്റുമ്പം നമ്മുടെ ഫേമിൽ ആ വർഷം ഒരു ചെറിയൊരു കുറവ് സംഭവിക്കുകയല്ലേ. അതെന്താണ്, മേജർ ചേഞ്ച് ഇൻ സപ്ലൈ. അതൊരു സപ്ലൈയിൽ മേജർ ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ലിക്വിഡിറ്റി റിലേറ്റഡ് ഇഷ്യൂസ്. പിന്നെ 2ാമത്തെ ഇഷ്യൂ എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ലിക്വിഡിറ്റി റിലേറ്റഡ് ഇഷ്യൂസ്. മെയിൻറ്റെയിനിങ് റിസർവ് മൈറ്റ് ഓൾസോ കാസസ് ഇഷ്യൂസ് വിത്ത് റെസ്പെക്റ്റ് ഓഫ് ലിക്വിഡിറ്റി ഫോർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ എന്താണ്, റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാസസ് ദ ഇഷ്യൂ വിത്ത് റെസ്പെക്റ്റ് ഓഫ് ലിക്വിഡിറ്റി. ഇപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ബാങ്ക് എപ്പോഴും ലിക്വിഡിറ്റി പൊസിഷനിലുണ്ടായിരിക്കണം. കാരണം എപ്പോൾ ഒരു FD ഇട്ട ഒരാൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട ഒരാൾ, ഇപ്പം 10 ലക്ഷം രൂപ FD ഇട്ടിട്ട് ഞാനത് 2 വർഷം കഴിഞ്ഞപ്പോൾ ആ FD തിരിച്ചെടുക്കാൻ വേണ്ടി ചെല്ലുക. പെട്ടെന്ന് ഞാൻ ചെന്ന് എൻ്റെ 10 ലക്ഷം രൂപയും വിഡ്രോ ചെയ്യാൻ നിൽക്കുമ്പം ബാങ്ക് പറയുക ഇപ്പോൾ 10 ലക്ഷം രൂപ തരാനില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ബാങ്കിൻ്റെ ലിക്വിഡിറ്റിയെ ബാധിക്കില്ലേ. അപ്പം ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ 10 ലക്ഷം രൂപ നമ്മൾ ഉടനെ ചെന്ന് ചോദിച്ചാൽ അവരുടെ എടുക്കാനില്ല എന്ന് പറയുമ്പോൾ അവരുടെ ആ ലിക്വിഡിറ്റി ഇഷ്യൂ ആവുകയാണ്. അവരുടെ ആ ഒരു പെട്ടെന്ന് നമുക്ക് ക്യാഷ് മറിച്ച് തരാനില്ല എന്നുണ്ടെങ്കിൽ അവരെ അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അവർ കൂടുതൽ തുക ചെയ്യുന്നുണ്ട്, റിസർവിലോട്ട് മാറ്റുന്നുണ്ടാവാം. പക്ഷേ നമ്മളൊരു കസ്റ്റമർ വന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പൈസ തരേണ്ട ഉത്തരവാദിത്തം ബാങ്കിനുണ്ട്. സോ അത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ മെയിനായിട്ട് നോക്കിയത് ഏതൊക്കെ ഫണ്ടാണ്, സിങ്കിങ് ഫണ്ടും സീക്രട്ട് റിസർവ് ഫണ്ടുമാണ്. സിങ്കിങ് ഫണ്ട് നമ്മളൊരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കമ്പനിയുടെ ഒരു അസറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സീക്രട്ട് റിസർവുകളും സീക്രട്ട് റിസർവ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത ഒരു ഹിഡൻ റിസർവാണ് സീക്രട്ട് റിസർവ്. അത് നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറച്ച് കാണിക്കുകയും ലയബിലിറ്റി കൂട്ടി കാണിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നതും ഇങ്ങനെയുള്ള നമ്മുടെ ഔട്ട്സൈഡേഴ്സിന് ഇത്രയും പ്രോഫിറ്റ് ഉണ്ട് എന്നല്ലേ കാണിക്കാതിരിക്കാനും കമ്പനിയുടെ ഒരു റിയൽ പിക്ചർ ഔട്ട്സൈഡ് വേൾഡിനെ കാണിക്കാതിരിക്കാനും വേണ്ടിയൊക്കെയാണ് ഈ സീക്രട്ട് റിസർവുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പോർഷനിലുള്ളത്. താങ്ക് യു.